പ്രവൃത്തി കഴിഞ്ഞ് റോമാലേഖനം കഴിഞ്ഞ് 1 കൊരിന്ത്യർ അപ്പോസ്തല പ്രവൃത്തി കഴിഞ്ഞ് റോമാലേഖനം കഴിഞ്ഞ് 1 കൊരിന്ത്യർ പുസ്തകം 1-ാമത്തെ അധ്യായം 9-ാം വാക്യം. തന്റെ പുത്രനും നമ്മുടെ കർത്താവുമായ യേശുക്രിസ്തുവിന്റെ കൂട്ടായ്മയിലേക്ക് അപ്പോൾ നമ്മളെ വിളിച്ചിട്ടുണ്ടോ? നമ്മളെ വിളിച്ചിരിക്കുന്നതാണ് പിതാവ് വിളിച്ചിരിക്കുക. ആത്മാവ് വിളിക്കുകയാണ്. ഇവിടെ പിതാവും പറയുന്നു, ആത്മാവും പറയുന്നു, നിങ്ങൾ യേശുക്രിസ്തുവിന്റെ കൂട്ടായ്മയിലേക്ക് വരിക. അതെന്താ? ഒറ്റ പേര് മാത്രം പറഞ്ഞു. യേശുക്രിസ്തുവിന് ഈ ത്രിയേക സാന്നിധ്യമുണ്ട്. ഉണ്ടോ? അതുകൊണ്ട് അങ്ങനെ ഒരൊറ്റ പേര് പറയാൻ കാരണം പിതാവ് പറയുന്നു, പരിശുദ്ധാത്മാവ് നിങ്ങൾ എല്ലാവരും യേശുക്രിസ്തുവിന്റെ കൂട്ടായ്മയിൽ വരുവിൻ. അവിടെ ത്രിയേക ദൈവത്തിന്റെ സാന്നിധ്യമുണ്ട്. ഹല്ലേലൂയ. ആമേൻ. ഒരു വാക്കിലൂടെ വേഗത്തിൽ വായിക്കാം. യോഹന്നാൻ സുവിശേഷം 17-ാം അധ്യായത്തിൽ 21. സുവിശേഷമാണ്. സുവിശേഷം മത്തായി, മാർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ 17-ന്റെ 21 വാക്യം എന്താ എഴുതിയിരിക്കുന്നത്? ഒന്ന്. ഞാൻ യേശു പറയാ, യേശു പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയാണ്. പിതാവേ, ഞാൻ അങ്ങയോട് അപേക്ഷിക്കുന്നു, നീ എന്നെ ആരാ പറയുന്നത്? യേശു ആരോട് പറയുന്നത്? പിതാവിനോട് പറയണം. അപ്പൊ ഐക്യം പറയുന്നുണ്ടോ? യേശു ഒറ്റയ്ക്കല്ല ശുശ്രൂഷ ചെയ്തത്. യേശു പിതാവിന്റെ സഹിതത്തോടും സന്നിധ ശുശ്രൂഷ ചെയ്തത്. ആ യേശു നമുക്ക് എക്സാം തെളിവായി തരുന്നു. യേശു പിതാവിനോട് പ്രാർത്ഥിക്കുന്നു. എന്താ? ഞാൻ അപേക്ഷിക്കുന്നു, പിതാവേ, ഞാൻ നിന്നോട് അപേക്ഷിക്കുന്നു, നീ എന്നെ അയച്ചിരിക്കുന്നു, നീ എന്നെ സ്വർഗത്തിന് ഭൂമിയോട്ട് അയച്ചിരിക്കുന്നു. കണ്ടോ? എന്ന് ആരറിയണം? എന്റെ പൊന്നുമക്കളെ, നമ്മുടെ കൂട്ടായ്മ തിരിച്ചറിയണം. കോടിക്കണക്കിന് പേര് നാമത്തിലാണ് ഈ ലോകത്തിൽ ആരാധന നടക്കുന്നത്. യഥാർത്ഥ ആരാധന എന്ന വേദപുസ്തകം പറയുന്നു, പിതാവിന്റെ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യമുണ്ടോ അവിടെയാണ് പിതാവ് ഇറങ്ങി പ്രവർത്തിക്കുന്നത്. അവിടെ വലിയ അത്ഭുതങ്ങളൊക്കെ നടക്കും. അവിടെ ദൈവശബ്ദം കേൾക്കും. അവിടെ ദൈവത്തിന്റെ ദർശനങ്ങളും ആരാധന കേൾവൽ ഇടയുണ്ടാകും. ആ ഒരു കൂട്ടായ്മയെ കുറിച്ച് അന്ത്യ കാലഘട്ടത്തില് ഇന്ന് നമ്മോട് സംസാരിക്കുന്നു. നേരത്തെ നമ്മൾ വായിച്ചു, 1:9 നമ്മൾ വായിച്ചു, യേശുക്രിസ്തുവിന്റെ കൂട്ടായ്മയിലേക്ക് വരുവാൻ പരിശുദ്ധാത്മാവും പിതാവും ആഹ്വാനം ചെയ്യുന്നു. അല്ലേ? അത് പിതാവ് പറഞ്ഞതാണ്. ഇപ്പോൾ യേശു പറയുന്നു, അവൻ അപേക്ഷിക്കുന്നു, പിതാവേ, നീ എന്നെ ഭൂമിയിൽ അയച്ചിരിക്കുന്നു എന്ന് ഈ ലോകം മുഴുവൻ വിശ്വസിപ്പാൻ അവരെല്ലാവരും ഒന്നാകേണ്ട ഐക്യത്തിന്റെ ആത്മാവ്. കേട്ടോ? നമ്മൾ ഒന്നായിരിക്കണം. ഒറ്റ ആരാധന, ഒറ്റ വർഷിപ്പ്, ഒറ്റ നാമം, ഒറ്റ പരിശുദ്ധാത്മാവ്, ഒറ്റ കൂട്ടായ്മ, ഒറ്റ കൂട്ടായ്മ. ദൈവത്തിന്റെ നന്ദി ഹൃദയത്തോടെ ഇതാകെ നമ്മൾ സ്വർഗത്തിൽ ഒന്നായിരിക്കുന്നത് പോലെ ഇവരെല്ലാവരും, നീ സൃഷ്ടിച്ച ഈ മനുഷ്യർ, ഈ വിലപ്പെട്ട ആത്മാക്കൾ എല്ലാവരും ഒന്നായിരിക്കേണ്ടതിന് പിതാവേ, നീ എന്നിലും ഞാൻ നിന്നിലും ആകട്ടെ. അപ്പോ യേശു ഒറ്റയ്ക്കാണോ? തെളിഞ്ഞോ? അങ്ങനെയുള്ള പ്രാർത്ഥന പ്രാർത്ഥിച്ച വിടുതലുണ്ട്. അല്ല, യേശുവിനെ തലയിലേക്ക്, യേശുവിനെ താഴെ വെച്ചിട്ട് മനുഷ്യദേവങ്ങളെ യേശുവിന്റെ മുകളിലേക്ക് എടുത്ത് മറ്റു നാമോ പറഞ്ഞ് എത്രയോ വർഷപ്പെട്ട് വല്ല രക്ഷയുണ്ടോ? തിരിച്ചറിയുക. ഇതിന് തെളിവെന്താ? ബൈബിൾ പറയുന്നു, മറ്റൊരു രക്ഷയില്ല. നേരത്തെ നമ്മൾ വായിച്ചു, പിതാവ് പറഞ്ഞു, പിതാവ് യേശുവിനെ സ്വർഗത്തിലേക്ക് അയച്ചുകൊണ്ട് അവിടെ ഐക്യം. ഇപ്പൊ യേശു പറയുന്നു, പിതാവേ, നമ്മൾ ഒന്നായിരിക്കുന്ന പോലെ ഈ ജനം മുഴുവനും നമ്മൾ ഒന്നായിരിക്കണം. ആ കോപ്പറേറ്റീവ് ഉണ്ടോ? ഐക്യം. അങ്ങനെയുള്ള പ്രാർത്ഥന, അങ്ങനെയുള്ള കൂടിവരവ്, അവിടെയാണ് അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യ പ്രവൃത്തികളും പ്രാർത്ഥനയ്ക്ക് മറുപടിയും വെളിപ്പാട്, ദർശനങ്ങൾ, ആലോചന, പ്രവചന ശബ്ദം, സ്വപ്ന വ്യാഖ്യാനം, അന്യഭാഷ, അതിഭാഷ വ്യാഖ്യാനം, വരങ്ങൾ കൊണ്ട് നിറയുന്നത്